പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയതടക്കമുള്ള ഹിന്ദുത്വ അജണ്ടകളെ ചെറുക്കാൻ ആരാണ് മുന്നിലെന്ന ചോദ്യം കേരളത്തിലെ ഇതര മണ്ഡലങ്ങളിൽ എന്ന പോലെ കാസർഗോട്ടും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ, ആ ചോദ്യങ്ങൾ ഏറ്റവും അധികം അലട്ടുന്ന വിവിധ സമുദായ വിഭാഗങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് CPIM-ഉം LDF-ഉം കോൺഗ്രസും UDF-ഉം വളരെ ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾക്ക് ഏത് വിധത്തിലായിരിക്കും മറുപടി ഉണ്ടാവുക എന്നുള്ളത് കാസർഗോട്ടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനോടൊപ്പം പ്രധാനപ്പെട്ടത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണം ഏത് വിധത്തിലാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളത്. ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും വിധത്തിൽ കാസർഗോട്ടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ത്രികോണ മത്സരമില്ലെങ്കിലും NDAയുടെ സാന്നിധ്യം കാസർഗോട്ടെ ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ്. ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. BJP അവരുടെ വോട്ട് വിഹിതം ക്രമമായി വർദ്ധിപ്പിക്കുന്നുണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. 1991 നമ്മളൊരു ബേസ് ഇയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1991 CK പത്മനാഭൻ മത്സരിച്ചപ്പോൾ BJPക്ക് കിട്ടിയത് 9.89% വോട്ടായിരുന്നു. 1996 PK കൃഷ്ണദാസ് മത്സരിക്കുമ്പോൾ അത് 12.23% വർദ്ധിച്ചു. 2009 K സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനെത്തി, അപ്പോൾ 14.81% വോട്ട് വിഹിതം വർദ്ധിച്ചു. 2014 വീണ്ടും സുരേന്ദ്രൻ മത്സരിച്ചു, വോട്ട് വിഹിതം 17.74%. 2019 പക്ഷേ BJPയുടെ വോട്ട് വിഹിതം ചെറുതായിട്ടൊന്ന് കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രവീശ തന്ത്രി കുണ്ടാറായിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹം മത്സരിക്കുമ്പോൾ BJPയുടെ വോട്ട് വിഹിതം 16.13% അല്പം കുറഞ്ഞു. ഇക്കുറി തീർത്തും പുതുമുഖമാണ് NDAയുടെ BJP സ്ഥാനാർത്ഥി. കാസർഗോട്ടെ BJPക്കാർക്ക് പോലും അപ്രതീക്ഷിതമായിരുന്നു ഈ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചത്.